അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു ഡെയിലി ഡിഷസ്. ഇന്ന് ഞാൻ നല്ലൊരു സ്വീറ്റാണ് തയ്യാറാക്കുന്നത്, കലാക്കണ്ട്. പാലും പഞ്ചസാരയും വെച്ച് ഒരു 15 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റുള്ളൊരു സ്വീറ്റാണിത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യം നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്കൊരു 1/2 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 2 ലിറ്റർ പാൽ വെച്ചിട്ടാണ് ഈ സ്വീറ്റ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിൽ നിന്നും 1/2 ലിറ്റർ പാലാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എത്ര അളവ് പാൽ വെച്ചിട്ടാണോ ഇത് തയ്യാറാക്കിയെടുക്കുന്നത് അതിൻ്റെ ഒരു 1/4 ഭാഗം നമുക്ക് ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ പാലൊന്ന് കുറുക്കിയെടുക്കണം. ഈ പാലൊന്ന് വറ്റി ഏകദേശം ഇതിൻ്റെ ഒരു പകുതിയോളം ആവണം. ഇതുപോലൊരു നോൺ സ്റ്റിക്ക് പാത്രത്തിൽ വെക്കുകയാണെങ്കിൽ തീ കുറച്ച് വെച്ചിട്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. നോൺ സ്റ്റിക്ക് ആകുമ്പോൾ പെട്ടെന്നൊന്നും അടിയിൽ കരിഞ്ഞു പിടിക്കൊന്നുമില്ല. പിന്നെ ഇത് തിളച്ച് പോകാതിരിക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ നമ്മളിതിലേക്ക് വേണ്ട ബാക്കിയുള്ളതെല്ലാം റെഡിയാക്കി എടുക്കുന്ന സമയം കൊണ്ട് പാൽ നല്ല പാകത്തിന് വറ്റി വന്നോളും. അപ്പോൾ ഞാൻ പാൽ വറ്റിച്ചെടുക്കാൻ വേണ്ടി ചെറിയ തീയിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഇനി നമുക്ക് ബാക്കിയുള്ള 1.5 ലിറ്റർ പാലൊന്ന് ചൂടാക്കാൻ വെക്കാം. ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണ്ട, നന്നായിട്ടൊന്ന് ചൂടായിട്ടൊന്ന് തിളക്കാൻ തുടങ്ങുന്നതിന് മുന്നായിട്ട് തീ ഓഫ് ചെയ്യാം. ഇപ്പോൾ പാലൊക്കെ നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഈ പാലിലേക്ക് കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ വിനാഗിരി എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ പാൽ നന്നായിട്ടൊന്ന് പിരിഞ്ഞ് കിട്ടണം. അപ്പോൾ വിനാഗിരി ആദ്യം തന്നെ മുഴുവനായിട്ട് ചേർക്കണ്ട, പാൽ നന്നായിട്ടൊന്ന് പിരിഞ്ഞ് കിട്ടുന്നത് വരെ കുറച്ചായിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ചിലപ്പോൾ നമുക്ക് കുറച്ച് വിനാഗിരി ചേർക്കുമ്പോഴേക്കന്നെ നന്നായിട്ട് പിരിഞ്ഞ് വരും. വിനാഗിരിക്ക് പകരം നാരങ്ങാനീര് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ പാലൊക്കെ നന്നായിട്ട് പിരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി വിനാഗിരി ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മളൊരു 1.5 ടേബിൾ സ്പൂണോളം വിനാഗിരിയെ ചേർത്തിട്ടുള്ളൂ. അപ്പോഴേക്കന്നെ നന്നായിട്ട് പിരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അരിച്ചെടുക്കണം. അപ്പോൾ ഞാനൊരു പാത്രത്തിൽ അരിപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരിച്ചെടുക്കാം. അരിച്ചെടുത്തിട്ട് ബാക്കി വരുന്ന ഈ വെള്ളം കളയേണ്ട ആവശ്യമില്ല. അത് നമുക്ക് ചപ്പാത്തി കുഴക്കാനോ അല്ലെങ്കിൽ കറിയിലേക്കോ ജ്യൂസിലേക്കോ ഒക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ വെള്ളം ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ മുകളിലൂടെ നമുക്ക് സാധാ കുറച്ച് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ചേർത്തുള്ള വിനാഗിരിയുടെ പുളിപ്പോ ടേസ്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പോവാൻ വേണ്ടി. ഇനി ഒരു സ്പൂൺ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ടൊന്ന് അമർത്തി ഇതിലുള്ള വെള്ളമൊക്കെ ഒന്ന് കളയാം. അതല്ലെങ്കിൽ ഒരു കോട്ടൺ തുണിയിൽ ഒഴിച്ചിട്ടൊന്ന് പിഴിഞ്ഞെടുത്താലും മതി. ഇതിലധികം വെള്ളം ഉണ്ടാവാൻ പാടില്ല. നമ്മൾ പനീറൊക്കെ കൈവച്ചൊന്ന് പൊടിച്ചെടുക്കുമ്പോൾ പൊടിഞ്ഞ് വരുന്ന പോലെ ഒന്ന് പൊടിഞ്ഞിരിക്കണം. ഇപ്പോൾ ഇതിലുള്ള വെള്ളമൊക്കെ ഒന്ന് ഊറ്റിപ്പോയിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇതിപ്പോൾ കുറച്ച് വലിയ തരിയായിട്ടാണുള്ളത്. അപ്പോൾ ഞാനിതൊന്ന് പൊടിച്ചു കൊടുക്കുന്നുണ്ട്. കൈവച്ചൊന്ന് തിരുമ്മി കൊടുത്താലും മതി. തീരെ ചെറിയ പീസാക്കേണ്ട ആവശ്യമൊന്നുമില്ല. വലിയ പീസായി കിടക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പൊടിച്ചു കൊടുത്താൽ മതി. ഇപ്പം ഞാനിതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത്രയൊക്കെ ഒന്ന് പൊടിഞ്ഞു വന്നാൽ മതി. ഇപ്പോൾ നമ്മൾ നേരത്തെ വെച്ചിട്ടുള്ള പാലൊക്കെ വറ്റി നല്ല പാകത്തിന് കുറുകി വന്നിട്ടുണ്ട്. ഏകദേശം ഒരു പകുതിയായി വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കൂടുതൽ മധുരം വേണ്ടവർക്കൊരു 1/2 കപ്പ് വരെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഏലക്കായപ്പൊടി ചേർക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ നെയ്യും. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ പഞ്ചസാരക്ക് നന്നായിട്ടൊന്ന് അലിഞ്ഞ് വരണം. പഞ്ചസാര അലിഞ്ഞ് വരുമ്പോൾ ഇത് കുറച്ചും കൂടെ ഒന്ന് ലൂസായിട്ട് വരും. ഇപ്പോൾ പഞ്ചസാരക്ക് നന്നായിട്ട് അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു നുള്ള് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ പനീർ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 5-6 മിനിറ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ ഇതിലുള്ള പാലൊക്കെ നന്നായിട്ട് പനീറിലേക്ക് പിടിച്ചിട്ട് ഇതൊന്ന് വറ്റി തുടങ്ങും. കൂടുതൽ അങ്ങ് ഡ്രൈ ആക്കി എടുക്കേണ്ടത്. പാത്രത്തിൻ്റെ സൈഡിൽ നിന്നൊക്കെ ഒന്ന് വിട്ട് വന്നു തുടങ്ങിയാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതിപ്പോൾ പാത്രത്തിൻ്റെ സൈഡിൽ നിന്നൊക്കെ ഒന്ന് വിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇതൊരു 2.5-3 മണിക്കൂറൊക്കെ ആകുമ്പോഴേക്ക് നല്ല സെറ്റായി വരും. അപ്പോൾ ഞാനിതൊന്ന് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് നെയ്യ് തടവി വെച്ചിട്ടുണ്ട്. ഈ പാത്രത്തിൻ്റെ ഒരു പകുതി സ്ഥലത്ത് ഒഴിക്കാനുള്ളതേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ അത്രയും സ്ഥലത്ത് നെയ്യ് തടവി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഈ ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടിത് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഏകദേശം ഒരേ ലെവലിലൊന്ന് നിരത്തി വെച്ച് കൊടുക്കാം. കട്ട് ചെയ്തെടുക്കുമ്പോൾ നല്ലൊരു ഷേപ്പിൽ കിട്ടാൻ വേണ്ടി സൈഡും ഒക്കെ ഒന്ന് ശരിയാക്കി കൊടുക്കാം.
ഞാനിപ്പോൾ ഇതൊന്ന് പ്രസ് ചെയ്ത് ഏകദേശം ഒരേ ലെവലിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം. കുറച്ച് പിസ്തയൊന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ബദാമും. അപ്പോൾ നമ്മുടെ കയ്യിൽ ഏത് നട്ട്സാണ് ഉള്ളതെന്ന് വെച്ചാൽ അത് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ കയ്യിൽ നട്ട്സൊന്നും ഇല്ലെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി നട്ട്സ് ഇതിലൊന്ന് പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊരു 3 മണിക്കൂറൊക്കെ ആകുമ്പോഴേക്കും നന്നായിട്ട് സെറ്റായി നമുക്കിത് കട്ട് ചെയ്തെടുക്കാൻ പാകത്തിനായി കിട്ടും. ഇനി ഇത് പെട്ടെന്ന് സെറ്റായി കിട്ടണമെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് കൊടുത്താൽ മതി. ഫ്രീസറിലല്ല, താഴെ വെച്ച് കൊടുത്താൽ മതി. ഞാനിതിപ്പോൾ പെട്ടെന്ന് സെറ്റായി കിട്ടാൻ വേണ്ടി 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച ശേഷം പുറത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്ത ശേഷം ഏകദേശം ഒരു സ്ക്വയർ ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഏത് ഷേപ്പിലാണോ വേണ്ടത് അതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതുപോലെ ഒന്നും കൂടെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള ഈ സൈഡൊന്ന് മാറ്റി കൊടുത്ത ശേഷം നമുക്ക് ഓരോരോ സ്ക്വയർ പീസായിട്ട് ഇതിൽ നിന്നും കട്ട് ചെയ്തെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടാണെങ്കിലും ഇത് അധികം പൊടിഞ്ഞൊന്നും പോവില്ല. നല്ല ഈസി ആയിട്ട് തന്നെ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ എല്ലാ പീസും കട്ട് ചെയ്തെടുത്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് നമുക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും നല്ല സോഫ്റ്റുമാണ്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ലാതെ നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്വീറ്റാണിത്. എല്ലാവർക്കും ഇഷ്ടമാവുകയും ചെയ്യും. അപ്പോൾ നിങ്ങളിതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം എന്നെ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.